30 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയയിലേക്ക് വെളുപ്പാങ്കാലത്ത് വന്നിട്ട് ഇടിച്ചങ്ങ് 4 മണിക്ക് വന്നിട്ട് 8ഉം 10ഉം JCB കയറി നിരത്തിയിട്ട് പോവുകയാണ്. ഒന്നും പറയാനില്ലല്ലോ, ഒരക്ഷരം മിണ്ടാനില്ല. എന്താണ് വലിയ കോറി, അത് കോറിക്ക് കൊടുത്ത സ്ഥലമാണ്, സർക്കാർ ഭൂമിയാണെന്ന് പറയുന്നത്. 30 വർഷമായിട്ടല്ല കോറിക്ക് കൊടുത്ത സർക്കാർ ഭൂമി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 30 വർഷമായി പാവങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. 150 കുടുംബങ്ങൾ കുടിലേറ്റി താമസിക്കേണ്ടായിരുന്നു. ഈ 30 വർഷമായിട്ട് കുടിൽ താമസിച്ചവർ കണ്ടില്ലേ? അന്നേരം കണ്ടില്ല. അപ്പോൾ ഇപ്പം എന്താ പറയുന്നറിയോ, ഇത് പൊളിച്ചതെല്ലാം നാശശ്രദ്ധ വാർത്ത വന്നപ്പോൾ പറയുകയാണ് ഞങ്ങൾ ഫ്ലാറ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് പറയുകയാണ്. എന്ത് മര്യാദയില്ലാതെ പറഞ്ഞാൽ ഇത് പൊളിച്ച് രാത്രിക്ക് രാത്രി ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ 30 വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് JCB ഈറ്റാച്ചും കയറ്റി പൊളിച്ച് പണ്ടാരടക്കി സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് എന്നിട്ട് വാർത്ത വന്നപ്പോൾ പറയുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയുക ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്. ആരാ പറയുന്നതെന്നറിയോ? അവിടുത്തെ ആഭ്യന്തരമന്ത്രി പറയാണ് പിണറായി വിജയനോട് കർണാടകയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടരുത്, പക്ഷേ UPൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാം കേട്ടോ. UPൻ്റെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് പറയണം, ഡൽഹിയിലെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് പറയണം. BJP സംസ്ഥാനത്തെല്ലാം ആഭ്യന്തര കാര്യം എന്തിനു ചെയ്താൽ കോൺഗ്രസ് വലിയവായി പറയും. അങ്ങനെ എന്താണ് അവിടുത്തെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ചൊക്കെ പറയാം. പക്ഷേ കർണാടകയിലെ കുറിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. കർണാടക ന്യൂനപക്ഷങ്ങളെ എന്താ പറയുക മുസ്ലിം ന്യൂനപക്ഷം നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് JCB ഇടിച്ച് കയറ്റി നിരത്തി കഴിഞ്ഞിട്ട് ഇവിടുത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് പറയുകയാണ് അത് കർണാടകയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ആർക്ക് പാടില്ല? കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പാടില്ല. എന്ത് രാഷ്ട്രീയ കോൺഗ്രസിൻ്റെ ഏത് ശൈലിയിലാണ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത് അറിയോ? ഇപ്പം എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യത്തെ കൂട്ടുകെട്ടും പറ്റും, എന്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, 2026 വരുന്ന നിയമസഭാ ഇലക്ഷനെങ്കിലും അധികാരത്തിൽ വരണം. അതിന് SDP ആയിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാ, അത് ജമാഅത്ത് ഇസ്ലാമി ആയിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാ, BJP ആയിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാ, RSS ആയിട്ട് വേണമെങ്കിൽ കൂട്ടുകൂടാ. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് 2026 തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ താമര എന്നുള്ള പേര് മാറ്റിയിട്ട് നേരത്തെ അരുൺ സാർ നേരത്തെ പറഞ്ഞ കുതിര കച്ചവടം ഇട്ടാൽ മതി. 2026 അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് കുതിര കച്ചവടം നടത്തും എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതോട് അവസാനിച്ചു. അതിന് താമരേനെ ഇട്ട് ബ്ലോക്കാക്കിയിരിക്കുക ആയിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.